വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ കേൾക്കുമ്പോൾ, വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനകൾ കാണുമ്പോൾ ആ കൽപ്പനകളെ നമ്മൾ പാലിക്കണം. ഞാൻ എല്ലാവരുടെയും ശ്രദ്ധയിൽ, പ്രത്യേകിച്ച് സ്കൂളിലെയും കോളേജിലൊക്കെ വിദ്യാർത്ഥികളോട്, വെള്ളിയാഴ്ച ദിവസം അള്ളാൻ്റെ ഒരു കൽപ്പനയാണെന്ത്? യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ. ജുമുഅക്ക് നിങ്ങളെ ക്ഷണിച്ചാൽ എന്ത് ചെയ്യണം? നിങ്ങൾ ആ വിളി കേട്ട് പള്ളിയിൽ വരണം എന്നാണ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഇവിടെ കുറേ കുട്ടികൾ പള്ളിയിലേക്ക് വന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. എത്ര കുട്ടികളുണ്ട്, മുസ്ലിങ്ങളായ കുട്ടികൾ, പലരും പള്ളിയിൽ വരാത്ത എത്രയോ ആളുകളുണ്ട്, അവർക്കിത് അറിയില്ല. ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, ജുമുഅക്ക് നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾ പള്ളിയിൽ വരണം. അംറാണത്, വാജിബാണത്, നിർബന്ധമായ കൽപ്പനയാണത്. അതുകൊണ്ട് തന്നെ ആ വെള്ളിയാഴ്ച ദിവസമാകുമ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാകണം, അന്ന് അള്ളാൻ്റെ ഒരു കൽപ്പന ഉണ്ട്, പള്ളിയിലേക്ക് വരണമെന്ന ചിന്ത നമുക്കുണ്ടാകണം. അങ്ങനെയാണ് തഖ്വയുള്ള ആളുകൾ. പള്ളിയിലേക്ക് വന്നാൽ എന്ത് ചെയ്യണം? അവർ 2 റക്അത്ത് നിസ്കരിക്കണം. അതേപോലെ തന്നെ ആദ്യത്തെ സ്വപ്പിൽ വന്നിരിക്കണം. പള്ളിയിൽ വന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറച്ച് കുട്ടികൾ അത് മനസ്സിലാക്കാത്ത ആൾക്കാരാണ്. എന്താ അറിയോ? ജുമയുടെ ഖുത്ബ നടക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല. ഖുത്ബ നടക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല. എത്രമാത്രം എന്നറിയോ? ഒരാൾ സംസാരിക്കുന്നത് ഒരാൾ കണ്ടു, അപ്പം അയാളോട് നമ്മൾ പറയാം മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞു. ശബ്ദം ഉണ്ടാക്കല്ല, അതുപോലും പറയാൻ പാടില്ല. വേറെ ഒരാളോട് മിണ്ടാതിരിക്ക് എന്ന് പറയുന്നത് പോലും കുറ്റകരമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യണം? ജുമാക്ക് വരുമ്പോൾ അതിൻ്റെ അദബുകൾ, അതിൻ്റെ മര്യാദകളൊക്കെ പാലിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് ആ ജുമായിൽ പങ്കെടുത്തതിൻ്റെ എല്ലാ പുണ്യവും നമുക്ക് കിട്ടണം. അങ്ങനെ ദീന് നമ്മൾ പഠിക്കണം. നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും മാതൃകയാകുന്ന ആളുകളായിട്ട് നമ്മൾ മാറണം. നമ്മളെ കണ്ട ആളുകൾ എന്ത് ചെയ്യണം? ഇസ്ലാമിനെ പഠിക്കണം. നമ്മുടെ സഹപാഠികൾ നമ്മളിലൂടെ എന്താണ് ഇസ്ലാമി എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഭക്തിയുള്ള ജീവിതം നയിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ.